വടകരയിലെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യമായിരുന്ന എസ്.വി. അബ്ദുള്ള ഫൗണ്ടേഷൻ ഈ തവണത്തെ പുരസ്കാരങ്ങൾക്ക് ഡോക്ടർ വി ഇദ്രീസും പി.ടി.കെ. ഷമീറും അർഹരായി എന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആരോഗ്യ ജീവകാരുണ്യ മേഖലയിൽ നടത്തുന്ന സമഗ്ര സംഭാവനകൾ പരിഗണിച്ചാണ് ഡോക്ടർ വി ഇദ്രീസിനെ പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തത്. പ്രവാസ മേഖലയിലെ നിസ്വാർത്ഥ സേവനത്തിനാണ് മസ്കത്ത് ഇന്ത്യൻ സ്കൂൾ വൈസ് ചെയർമാൻ കൂടിയായ പി.ടി.കെ. ഷമീറിനെ അവാർഡിനായി തിരഞ്ഞെടുത്തത്. ഈ വർഷത്തെ എസ്.വി. അനുസ്മരണത്തിന്റെ ഭാഗമായി മാധ്യമ സെമിനാറും കോളേജ് യൂണിയൻ സാരഥികൾക്കുള്ള അനുമോദനം സംഘടിപ്പിച്ചതായി ഭാരവാഹികൾ അറിയിച്ചു. സമകാലീന ഇന്ത്യൻ സാഹചര്യത്തിൽ ഇനി രക്ഷ മാധ്യമങ്ങളോ എന്ന വിഷയത്തിൽ ഈ മാസം 22-ന് വടകര സാംസ്കാരിക ചത്തുരത്തിലാണ് മാധ്യമ സെമിനാർ സംഘടിപ്പിക്കുക. വലിയ കാലയളവിൽ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലകളിൽ നിറസാന്നിധ്യമായ എസ്.വി. വിട്ടുപിരിഞ്ഞിട്ട് 4 വർഷങ്ങളാണ് പൂർത്തിയാകുന്നത്. പ്രഥമ പുരസ്കാരം നമ്മൾ നൽകിയത് ന്യൂനപക്ഷ രാഷ്ട്രീയത്തിന് പുതിയ മാനങ്ങൾ നൽകിയ പി.ടി. മുഹമ്മദ് ബഷീർ MP അവർകൾക്കായിരുന്നു. രണ്ടാമത്തെ പുരസ്കാരം ഭരണരംഗത്തും കാരുണ്യരംഗത്തും ചരിത്രഗാഥകൾ സൃഷ്ടിച്ച ഉമ്മൻചാണ്ടിക്ക് മരണാനന്തര ബഹുമതിയായിട്ടാണ് നൽകിയത്. ഈ വർഷത്തെ പുരസ്കാരം ജീവകാരുണ്യ മേഖലകളിൽ ബദ്ധപ്രതിഷ്ഠമായ പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരാൾക്ക് നൽകണമെന്നാണ് തീരുമാനിച്ചത്. പുരസ്കാര സമിതി എന്നത് E.T. മുഹമ്മദ് ബഷീർ MP ചെയർമാൻ, MC വടകര K.K. മഹമ്മൂദ്, M.T. അബ്ദുസ്സലാം തുടങ്ങിയ 4 അംഗ സമിതിയാണ്. ഈ സമിതിയിൽ വെച്ച് ഈ വർഷത്തെ ജീവകാരുണ്യ മേഖലയിലെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ആൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ മറ്റൊരു പേരും മുന്നോട്ട് വെക്കാതെ ഡോക്ടർ വി ഇദ്രീസും തണൽ എന്ന മഹാപ്രസ്ഥാനത്തിനും ഈ വർഷത്തെ പുരസ്കാരം കൊടുക്കണമെന്നാണ് തീരുമാനിച്ചത്. അപ്പോൾ ഈ വർഷം മുതൽ പല പ്രവർത്തനങ്ങൾ സാംസ്കാരിക മതവിദ്യാഭ്യാസ മേഖലകളിൽ സർവ്വസന്നാഹങ്ങളും ചെയ്തു തരുന്ന KMCC-കളിൽ നിന്ന് ആ പ്രവർത്തകരിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുത്ത് വിളിച്ചുകൊണ്ട് നമുക്ക് ഒരു അവാർഡ് കൊടുക്കണമെന്ന് തീരുമാനിച്ചു. ഞങ്ങൾ പല പേരുകളും പരിഗണിച്ചപ്പോൾ നമുക്ക് മുന്നിൽ ഉയർന്നു വന്നത് ജാഥകളില്ലാത്ത, പ്രസിദ്ധീകരണത്തിന് മുന്നിൽ വില കൊടുക്കാത്ത, എന്നും ആത്മസമർപ്പണത്തോടുകൂടി പ്രവർത്തനം സംഘടിപ്പിച്ച മസ്കത്ത് KMCC-യുടെ എല്ലാമെല്ലാമായ പി.ടി.കെ. ഷമീർ എന്ന വ്യക്തിക്ക് നൽകാനാണ് തീരുമാനിച്ചത്. അതേപോലെ ഇന്ത്യൻ സ്കൂളിന്റെ വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ MC വടകര, എസ്.ബി. ഫൗണ്ടേഷൻ പ്രസിഡന്റ് M.T. അബ്ദുസ്സലാം, സെക്രട്ടറി പ്രൊഫസർ K.K. മഹമ്മൂദ്, ജോയിന്റ് സെക്രട്ടറി K.T. യൂനുസ് തുടങ്ങിയവർ പങ്കെടുത്തു.